ശബരിമല സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിൽ പുനരാലോചനയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് സംവിധാനം തിരികെ കൊണ്ടുവരുന്ന കാര്യം പരിഗണനയിലെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ തിരുവനന്തപുരത്ത് ചേർന്ന വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ശബരിമല തീർത്ഥാടനം കുറ്റമറ്റതാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ സംയുക്ത യോഗമാണ് രണ്ടാം ഘട്ടത്തിൽ ചേർന്നത്. പശ്ചാത്തല സൗകര്യ വികസനം അടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ചർച്ചയായി. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തീർത്ഥാടന കാലയളവിൽ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കി വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി ദിവസേന 80,000 തീർത്ഥാടകർക്ക് മാത്രമായി ദർശനത്തിന് അനുവാദം നൽകാൻ ദേവസ്വം ബോർഡ് നേരത്തെ തീരുമാനമെടുത്തിരുന്നു. പമ്പയടക്കം 12 ഇടങ്ങളിലെ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഒഴിവാക്കിയുള്ള ഈ തീരുമാനം പുനഃപരിശോധിക്കാനുള്ള തീരുമാനത്തിലാണ് ദേവസ്വം ബോർഡ് പ്രതിനിധികൾ. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താനാണ് ആലോചന. വകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. സ്പോട്ട് ബുക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, പോലീസ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് അത് സംബന്ധിച്ച് ആലോചിച്ച് തീരുമാനം അറിയിക്കും. അല്ല, ഇപ്പോൾ ഇവർ അവരുടെ അഭിപ്രായങ്ങൾ രണ്ടു കൂട്ടരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻ അനുഭവങ്ങളെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്തു. ആ അനുഭവങ്ങളെല്ലാം അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള ന്യൂനതയും ഉണ്ടാവാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് കാലം കൂട്ടി ആലോചിച്ചത്. അപ്പോൾ അത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള ഭിന്നാഭിപ്രായം ദേവസ്വം ബോർഡുമായിട്ടോ പോലീസുമായിട്ടോ ഇല്ല എന്നുള്ളതാണ്. അത് കോർഡിനേറ്റ് ചെയ്ത് തന്നെ പോകും. തീർത്ഥാടന പാതയായ മരക്കൂട്ടത്ത് ഇത്തവണ മെഡിക്കൽ ആംബുലൻസിന്റെ സേവനം ബോർഡ് ഉറപ്പാക്കും. നിലയ്ക്കലിലെ വാഹന പാർക്കിംഗ് 8,000-ൽ നിന്ന് 10,000-ആയി ഉയർത്താനാണ് തീരുമാനം. എരുമേലിയിലും കൂടുതൽ പാർക്കിംഗ് സൗകര്യം ഉറപ്പാക്കും. ഇടത്താവളങ്ങളിലെ സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്താനും യോഗത്തിൽ തീരുമാനമായി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, പത്തനംതിട്ട, കോട്ടയം ജില്ലാ കളക്ടർമാർ, പോലീസ്, വനം വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.